മാസ്റ്റേഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് കെമിക്കൽ ബോണ്ടിങ്, രാസബന്ധനം രണ്ട് തരത്തിലുണ്ടെന്ന് നമ്മൾ പഠിച്ച്. അയണിക് ബോണ്ടിങ്ങും കോവാലൻ്റ് ബോണ്ടിങ്, അതായത് അയോണിക ബന്ധനവും സഹസംയോജക ബന്ധനവും എന്ന് പറയും. അതിൽ അയോണിക ബന്ധനം അല്ലെങ്കിൽ അയണിക് ബോണ്ടിങ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതെന്താണ് അയണിക് ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ? രണ്ട് എലമെൻറ്റുകൾ തമ്മിൽ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണുകളെ പരസ്പരം കൈമാറ്റം ചെയ്തുകൊണ്ട് നടക്കുന്ന രാസബന്ധനങ്ങളെയാണ് അയോണിക ബന്ധനം എന്ന് പറയുന്നത്. അതായത് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്. ഒരു എലമെൻറ്റ് മെറ്റലായിരിക്കും. മെറ്റൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്യുന്നത് അവരാണ് മെറ്റൽസ്, ലോഹങ്ങളെന്ന് പറയും. ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നത്, റിസീവ് ചെയ്യുന്ന ആരാണോ അതാണ് നോൺ മെറ്റൽസ്. അപ്പോൾ അയോണിക ബന്ധനത്തിൽ അല്ലെങ്കിൽ അയണിക് ബോണ്ടിങ്ങിൽ ഒരു അയണിക് ബോണ്ടിങ് ഉണ്ടാകുന്ന ഒരു കോമ്പൗണ്ടിൽ ഒരെണ്ണം മെറ്റലും മറ്റത് നോൺ മെറ്റലും ആയിരിക്കും. അതായത് ഒരു എലമെൻറ്റ് ലോഹവും മറ്റേ എലമെൻറ്റ് അലോഹവും ആയിരിക്കും. മഗ്നീഷ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ്, അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സോഡിയം, മഗ്നീഷ്യം എന്നിവ ഇലക്ട്രോണുകളെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുമായി കമ്പൈൻ ചെയ്യുന്ന എലമെൻറ്റിന് ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവയെ നമുക്ക് മെറ്റൽസ് എന്ന് വിളിക്കാം, ലോഹങ്ങളെന്ന് വിളിക്കാം. അപ്പോൾ ക്ലോറിൻ, ഫ്ലൂറിൻ തുടങ്ങിയ എലമെൻറ്റുകൾ കെമിക്കൽ റിയാക്ഷൻ സമയത്ത് ഇലക്ട്രോണുകളെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത്? സ്റ്റെബിലിറ്റിക്ക് വേണ്ടി. ഫോർ അറ്റൈൻ സ്റ്റെബിലിറ്റി, അതായത് അറ്റൈൻ 8 ഇലക്ട്രോൺസ് ഇൻ ദെയർ ഔട്ടർമോസ്റ്റ് ഷെൽ. അവയുടെ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ നേടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്യുകയും റിസീവ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഫ്ലൂറിൻ, ക്ലോറിൻ തുടങ്ങിയവയെ നമുക്ക് നോൺ മെറ്റൽ എന്ന് വിളിക്കാം. ബിക്കോസ് ദേ ഗെയിൻ ഇലക്ട്രോൺ ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻ. രാസപ്രവർത്തന സമയത്ത് ഇലക്ട്രോണുകളെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അയണിക് ബോണ്ടിങ്ങിലൂടെയാണ് അയണിക് കോമ്പൗണ്ടുകൾ ഉണ്ടാകുന്നത്. കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ അയണിക് ബോണ്ടിങ് ആർ കാൾഡ് അയണിക് കോമ്പൗണ്ട്. അയോണിക ബന്ധനം വഴി ഉണ്ടാകുന്ന സംയുക്തങ്ങളെ അയോണിക സംയുക്തങ്ങൾ എന്നാണ് പറയുന്നത്. അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. എക്സാമ്പിൾ മഗ്നീഷ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം ഫ്ലൂറൈഡ്, സോഡിയം ക്ലോറൈഡ്, സോഡിയം ഓക്സൈഡ്, അങ്ങനെ കുറേ എക്സാമ്പിൾ പറഞ്ഞു. അത് ഡോട്ട് ഡയഗ്രം ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെയാണ് ഇനി അടുത്തത്, അതായത് സഹസംയോജക ബന്ധനം അല്ലെങ്കിൽ കോവാലൻ്റ് ബോണ്ടിങ്. അതിനുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഇവിടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ അല്ല നടക്കുന്നത്. അതായത് ഇലക്ട്രോണുകളെ പരസ്പരം കൈമാറ്റം ചെയ്യുകയല്ല നടക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു സംയുക്തം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആറ്റങ്ങൾ ചേർന്ന് മോളിക്യൂൾ ഉണ്ടാകുന്നതെന്ന് നോക്കാം. നോക്കൂ, ഫ്ലൂറിൻ, ക്ലോറിൻ, ഓക്സിജൻ, നൈട്രജൻ എക്സെട്ര ആർ ഡൈഅറ്റോമിക് മോളിക്യൂൾസ്. നമുക്കറിയാം ഡൈഅറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു മോളിക്യൂൾസ് ഉണ്ടാകാൻ 2 ആറ്റങ്ങൾ വേണം. ഡൈഅറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ആ മോളിക്യൂൾസിൽ 2 ആറ്റങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ എക്സാമ്പിൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഫ്ലൂറിൻ, ബ്രോമിൻ, ഓക്സിജൻ, നൈട്രജൻ തുടങ്ങിയവയെല്ലാം ഡൈഅറ്റോമിക് മോളിക്യൂൾസാണ്. ഇപ്പോൾ എഴുതിയിരിക്കുന്ന സിമ്പിൾ തന്നെ F2 എന്ന് പറഞ്ഞാൽ 2 ആറ്റങ്ങൾ ചേർന്ന ഫ്ലൂറിൻ മോളിക്യൂൾ. Cl2 2 ആറ്റങ്ങൾ ചേർന്ന ക്ലോറിൻ തന്മാത്ര. ഓക്സിജൻ O2 2 ഓക്സിജൻ ആറ്റങ്ങളടങ്ങിയ ഒരു ഓക്സിജൻ തന്മാത്ര എന്നാണ് എൻ്റെ അർത്ഥം. ഇപ്പോൾ N2 എന്ന് എഴുതിയാൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആ N2 എന്ന് പറഞ്ഞാൽ N എന്ന് പറഞ്ഞാൽ നൈട്രജൻ്റെ സിമ്പിൾ. അപ്പോൾ 2 നൈട്രജൻ ആറ്റങ്ങളടങ്ങി ഒരു നൈട്രജൻ തന്മാത്ര എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവയാണ് ദ്വയാറ്റോമിക തന്മാത്രകളെന്ന് പറയും, ഡൈഅറ്റോമിക് മോളിക്യൂൾസ്. അപ്പോൾ ഇവ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇപ്പോൾ F2 ഉണ്ടാവണമെങ്കിൽ 2 ഫ്ലൂറിൻ ആറ്റങ്ങൾ തമ്മിൽ ചേരണം. Cl2 ഉണ്ടാവണമെങ്കിൽ 2 ക്ലോറിൻ ആറ്റങ്ങൾ ചേരണം. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ ഡോട്ട് ഡയഗ്രം ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യും, ചിത്രീകരിക്കും എന്നാണ് നമ്മളിനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കൂ, ഇവിടെ ഫ്ലൂറിൻ്റെ ബോർ മോഡൽ ആറ്റം ഇവിടെ ഒരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്, ഒരു ഫിഗർ നിങ്ങളുടെ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലൂറിൻ എന്ന് പറയുന്നത് അതിൻ്റെ അറ്റോമിക് നമ്പർ 9 ആണ്. 9 ആണ് അതിൻ്റെ അറ്റോമിക് നമ്പർ. അപ്പോൾ അതുകൊണ്ടുള്ള ആറ്റം സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 9 അറ്റോമിക് നമ്പർ ആണെങ്കിൽ എത്ര ഇലക്ട്രോൺ കാണും? 9 ഇലക്ട്രോൺ കാണും. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എങ്ങനെ എഴുതും? കേശയിൽ 2, ബാക്കി 9 ബാക്കി 7 എണ്ണം ഉണ്ട്. അപ്പോൾ 2 7 അതാണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഷെല്ലിൽ 2ഉം രണ്ടാമത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോണുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു ഡയഗ്രം. ഇനി സെൻട്രൽ പാർട്ടിൽ എന്താ വന്നാൽ ന്യൂക്ലിയസിൽ ഏതൊക്കെ അടയാളപ്പെടുത്തണം? പ്രോട്ടോണും ന്യൂട്രോണും. അപ്പോൾ അറ്റോമിക് നമ്പർ 9 ആണെങ്കിൽ എത്ര പ്രോട്ടോൺ കാണും?
അറ്റോമിക് നമ്പറിന് ഈക്വലാണ് പ്രോട്ടോണിൻ്റെ എണ്ണം. 9 പ്രോട്ടോൺ കാണും. ഇനി 10 ന്യൂട്രോൺ, 19 അതിൻ്റെ മാസ് നമ്പർ. അപ്പോൾ 19 മൈനസ് 9 അങ്ങനെയാണ് 10 ന്യൂട്രോൺ. അപ്പോൾ അതെല്ലാം അടയാളപ്പെടുത്തി ഇവിടെ ഒരു സ്ട്രക്ചറാണ്. നമ്മൾ നേരത്തെ ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ വരയ്ക്കാൻ പഠിച്ചതാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കൂ, ഫ്ലൂറിൻ്റെ സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതല്ല, നോക്കൂ, വാട്ട് ഈസ് ദ അറ്റോമിക് നമ്പർ ഓഫ് ഫ്ലൂറിൻ? ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? ഈ പിക്ചർ നോക്കി നമ്മൾ എങ്ങനെ ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കും? ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എന്നിരുന്നാൽ നമ്മൾ അതിൻ്റെ അറ്റോമിക് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ആ ഷെല്ലുകളിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം നോക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ന്യൂക്ലിയസിലെ പ്രോട്ടോണിൻ്റെ എണ്ണം നോക്കണം. രണ്ടും ഈക്വലായിരിക്കുമല്ലോ. അപ്പോൾ ന്യൂക്ലിയസിലെ പ്രോട്ടോണിൻ്റെ എണ്ണം 9 ആണ്. അപ്പോൾ 9p. അതിന് തുല്യ ഇലക്ട്രോണുകളുണ്ടല്ലോ. ഇപ്പോൾ അറ്റോമിക് നമ്പർ എത്രയാണ്? 9 ആണ് അതിൻ്റെ അറ്റോമിക് നമ്പർ. അപ്പോൾ ഒരു സ്ട്രക്ചർ എന്നിരുന്നാൽ അങ്ങനെയാണ് അതിൻ്റെ അറ്റോമിക് നമ്പർ നോക്കുന്നത്. പ്രോട്ടോണിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം നോക്കിയാൽ മതി. ഇനി റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതും? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. 9 അറ്റോമിക് നമ്പർ ആണെങ്കിൽ ആദ്യത്തെ ഷെൽ 2, ബാക്കി ഉള്ളത് രണ്ടാമത്തെ ഷെല്ല്. അപ്പോൾ 2,7 അതാണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 2,7. How many more electrons are required for one fluorine atom to attain the octet electronic configuration? ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ, ഇതിന് അഷ്ടക ഇലക്ട്രോൺ സംവിധാനം നേടാൻ എത്ര ഇലക്ട്രോണിൻ്റെ ആവശ്യമുണ്ട്? എന്ന് പറഞ്ഞാൽ ഒക്ടെക്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആകാൻ എത്ര ഇലക്ട്രോണിൻ്റെ ആവശ്യമുണ്ട്? അപ്പോൾ നമ്മൾ ആ പിക്ചറിലേക്ക് നോക്കുക. അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 7. അപ്പോൾ 7 ആണെങ്കിൽ അതിന് ഒക്ടെക്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നേടാൻ 1 ഇലക്ട്രോണിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. അപ്പോൾ എന്താ നമ്മൾ ആൻസർ എഴുതേണ്ടത്? 1 ഇലക്ട്രോൺ. 1 ഇലക്ട്രോണിൻ്റെയാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഈസ് ദർ എ പോസിബിലിറ്റി ഓഫ് ട്രാൻസ്ഫറിങ് ഇലക്ട്രോൺസ് ഫ്രം വൺ ഫ്ലൂറിൻ ആറ്റം ടു അനദർ ഫ്ലൂറിൻ ആറ്റം? അത് നോക്കൂ. ഇപ്പോൾ ഈ ഫ്ലൂറിൻ ആറ്റം വേറൊരു ഫ്ലൂറിൻ ആറ്റവുമായി കമ്പൈൻ ചെയ്യുന്നു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ? ഇലക്ട്രോൺ ട്രാൻസ്ഫറിന് എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ 7 ഇലക്ട്രോണുള്ള ഫ്ലൂറിന് ഇലക്ട്രോൺ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിന് 1 ഇലക്ട്രോണിന് ആണ് ഒക്ടെക്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷന് അതിന് 1 ഇലക്ട്രോണിൻ്റെ ആവശ്യമാണുള്ളത്. അപ്പോൾ അതിന് ഡൊണേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ ട്രാൻസ്ഫറിങ് നടക്കില്ല എന്ന് ഉറപ്പായി. അങ്ങനെയാണെങ്കിൽ ഈ സയനിക് ബോണ്ട് പോസിബിൾ ഇൻ ദിസ് മോളിക്യൂൾ. അങ്ങനെയാണെങ്കിൽ ഈ 2 ഫ്ലൂറിൻ ആറ്റം ചേർന്നുണ്ടാകുന്ന ഫ്ലൂറിൻ മോളിക്യൂൾസിന് അയണിക് ബോണ്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല. കാരണം നമ്മൾ നേരത്തെ പഠിച്ചാണ് എന്താണ് അയണിക് ബോണ്ടെന്ന്. അയണിക് ബോണ്ട് എന്ന് പറഞ്ഞാൽ ദ ബോണ്ട് ഫോംഡ് ബൈ ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ അത് നടക്കില്ല അവിടെ. അപ്പോൾ ഹൗ ക്യാൻ ദ 2 ഫ്ലൂറിൻ ആറ്റംസ് അറ്റൈൻ ഓൺ ആൻ ഒക്ടെക്റ്റ് അറേഞ്ച്മെൻറ്റ്? അങ്ങനെയാണെങ്കിൽ 2 ഫ്ലൂറിൻ ആറ്റം ചേർന്ന് എങ്ങനെയാണ് ഒരു അഷ്ടക സംവിധാനം ഇവിടെ ഉണ്ടാകുന്നത്, ഒക്ടെക്റ്റ് ഇലക്ട്രോണിക് അറേഞ്ച്മെൻറ്റ് ഉണ്ടാകുന്നത്? അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത്. ദ വേ ഇൻ വിച്ച് ദ 2 ഫ്ലൂറിൻ ആറ്റംസ് ഇൻ ഫ്ലൂറിൻ മോളിക്യൂൾ അണ്ടർഗോ കെമിക്കൽ ബോണ്ടിങ് ഈസ് ഇലസ്ട്രേറ്റഡ് ഇൻ ദ ഫിഗർ. ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. 2 ഫ്ലൂറിൻ ആറ്റങ്ങൾ ചേർന്ന് ഒരു ഫ്ലൂറിൻ മോളിക്യൂൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം ഉപയോഗിച്ചാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു കെമിക്കൽ ഇക്വേഷൻ എഴുതുമ്പോൾ തന്നെ എഴുതുക. ഇപ്പോൾ സോഡിയം ക്ലോറിനും കൂടി ചേർന്ന്, അല്ലെങ്കിൽ ഹൈഡ്രജനും ക്ലോറിനും കൂടി ചേർന്ന് നമ്മളെങ്ങനെ എഴുതും ഒരു കെമിക്കൽ ഇക്വേഷൻ? Na+Cl2 എന്നെഴുതും. അതുപോലെ ഇവിടെ ഒരു കെമിക്കൽ ഇക്വേഷൻ 2 ഫ്ലൂറിൻ ആറ്റങ്ങൾ ചേരുകയാണ്. അപ്പോൾ ആ ഫ്ലൂറിൻ്റെ സിമ്പിൾ എന്തോന്നാണ്? എഫ്, ക്യാപിറ്റൽ ലെറ്റർ എഫ്. അപ്പോൾ F+F ഒരു രാസപ്രവർത്തനത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന റിയാക്റ്റൻ്റാണ് ഇവിടെ 2, അതായത് അഭികാരങ്ങളാണ് ഈ 2 ഫ്ലൂറിൻ ആറ്റങ്ങൾ. അപ്പോൾ F+F. എന്നിട്ട് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം നമ്മൾ പഠിച്ചു. എന്താണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം എന്ന് പറയുന്നത്? ദ മെത്തേഡ് ഓഫ് റെപ്രസെൻറ്റിങ് ഇലക്ട്രോൺസ് യൂസിങ് ഡോട്ട്സ് അറൗണ്ട് ദ സിമ്പിൾ ഓഫ് ആൻ ആറ്റം. അതായത് ഇലക്ട്രോൺസിനെ ഒരു സിമ്പലിൻ്റെ ചുറ്റും ഡോട്ട് ഉപയോഗിച്ച് ചിത്രീകരിക്കുന്നതാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം. ഏത് ഇലക്ട്രോണിനാണ് ഇവിടെ ഇങ്ങനെ ചിത്രീകരിക്കേണ്ടത്? ആ ഏത് എലമെൻ്റ് ആണോ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിനെ മാത്രം ഡോട്ട് ഉപയോഗിച്ച് കാണിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഫ്ലൂറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ എത്രയാണ്? 7 ആണ്. അപ്പോൾ നമ്മൾ എഫ് എന്ന സിമ്പലിൻ്റെ ചുറ്റും എത്ര ഡോട്ട് ഇടണം? 7 ഡോട്ട് ഇടണം. അപ്പോൾ നമ്മൾ F+F എന്ന് എഴുതിയിട്ട് ആ എഫിൻ്റെ ആ ലെറ്ററിൻ്റെ ചുറ്റും നമ്മൾ 7 ഡോട്ട് ഇടുക. അപ്പോൾ F+N 2 എഫിൻ്റെയും ചുറ്റായി 7 ഡോട്ട് ഇട്ടു. എന്നിട്ട് ഗീവ്സ്
അതിൻ്റെ പ്രോഡക്റ്റ് 2F എന്ന 2 ആറ്റങ്ങൾ തമ്മിൽ ചേർന്നാൽ എന്തോന്നാണ് ഉണ്ടാകുന്നത്? ഒരു F2 മോളിക്യൂളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ആദ്യം എഫ് ഇട്ടിട്ട് നമ്മളതിനൊരു സർക്കിളിനകത്താക്കുക. എന്നിട്ട് അതിൻ്റെ ചുറ്റാകെ 7 ഡോട്ട് ഇടുക. എന്നിട്ട് ആ സർക്കിളിന് ഓവർലാപ്പ് ചെയ്തുകൊണ്ട് അടുത്ത ഒരു എഫ് വരയ്ക്കുക, ഒരു സർക്കിൾ വരയ്ക്കുക, അതിനെ ഓവർലാപ്പ് ചെയ്തുകൊണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇവിടെ ഓരോ ഫ്ലൂറിൻ ആറ്റത്തിനും എത്ര ഇലക്ട്രോണുകളാണ് വേണ്ടിയത്? 1 ഇലക്ട്രോണാണ് വേണ്ടിയത്. ആ 1 ഇലക്ട്രോണിനെ ഈ 2 സർക്കിളും തമ്മിൽ യോജിക്കുന്ന ഭാഗത്ത്, 2 സർക്കിളും തമ്മിൽ ചേരുന്ന ഭാഗത്ത്, ഈ ഓരോ ഇലക്ട്രോണിനും ആ സർക്കിളിന് ചേരുന്ന ഭാഗത്തിനകത്തായിരിക്കും. അപ്പോൾ 2F അടുത്തടുത്ത് വെച്ചിട്ട് 2 സർക്കിൾ വരച്ചിട്ട് ആ 2 സർക്കിളും പരസ്പരം സംയോജിപ്പിച്ച് വേണം വരയ്ക്കാനുള്ളത്. ആ 2ഉം കൂടെ ചേരുന്ന ഭാഗത്ത് ഓരോ എഫിലെയും ഓരോ ഇലക്ട്രോണുകളെ കാണിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ നോക്കണം, ഓരോ എഫും ഓരോ ഇലക്ട്രോണിനെ വീതം ഇവിടെ ഷെയർ ചെയ്തിരിക്കുകയാണ്, പങ്കുവച്ചിരിക്കുകയാണ്. ഒരു എഫ് 1 ഇലക്ട്രോണിനെ മറ്റേ ഫ്ലൂറിൻ ആറ്റത്തിന് കൊടുത്തു. അടുത്ത രണ്ടാമത്തെ ഫ്ലൂറിൻ ആറ്റം അതിൻ്റെ 1 ഇലക്ട്രോണിനെ ആദ്യത്തെ ഫ്ലൂറിൻ ആറ്റത്തിനും കൊടുത്തു, ഷെയർ ചെയ്തുകൂടാ. അപ്പോൾ ഇതിങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടാണ് ഇലക്ട്രോണുകളെ ഷെയർ ചെയ്തുകൊണ്ട് നടക്കുന്ന ബോണ്ടിങ്ങിനെയാണ് കോവാലൻ്റ് ബോണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് ഫ്ലൂറിൻ മോളിക്യൂൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഓർ ഇലക്ട്രോൺ ഷെയറിങ്? ഇവിടെ ഫ്ലൂറിൻ മോളിക്യൂൾ അല്ലെങ്കിൽ F2 തന്മാത്രം ഉണ്ടാകുന്ന സമയത്ത് എന്താണ് സംഭവിച്ചത്? ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണോ ഇലക്ട്രോൺ ഷെയറിങ് ആണോ? ഷെയർ ചെയ്തു. എങ്ങനെ ഷെയർ ചെയ്തു? അതായത് ഇവിടെ ഒരു ഫ്ലൂറിൻ ആറ്റത്തിന് അതിൻ്റെ അഷ്ടക ഇലക്ട്രോൺ സംവിധാനം നേടാൻ എത്ര ഇലക്ട്രോണാണോ ആവശ്യമുള്ളത് ആ ഇലക്ട്രോണിനെ അവ പരസ്പരം ഷെയർ ചെയ്തു. അപ്പോൾ ഇവിടെ ഓരോ ആറ്റത്തിനും 1 ഇലക്ട്രോണിനെ മതി. അതുകൊണ്ട് അവ രണ്ടും ഓരോ ഇലക്ട്രോണിനെ വീതം, അങ്ങനെ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ മൊത്തത്തിൽ F2 മോളിക്യൂൾസ് എന്ന് പറയുന്ന ഒരു ജോഡി ഇലക്ട്രോണുകളാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ ഷെയറിംഗ് ആണ് നടക്കുന്നത്. ഹൗ മെനി പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ആർ ഷെയർ? എത്ര ജോഡിയാണ് ഇവിടെ ഷെയർ ചെയ്തത്? 1 ജോഡി, 1 പെയർ ഇലക്ട്രോൺ. ഓരോ ഫ്ലൂറിനാറ്റും ഓരോ ഇലക്ട്രോണിനെ വീതം പരസ്പരം പങ്കുവെച്ചുകൊണ്ട് ആണ് ഇവിടെ രാസബന്ധനം നടന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് കോവാലൻ്റ് ബോണ്ടിങ് എന്ന് അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ദ കെമിക്കൽ ബോണ്ട് ഫോംഡ് ബൈ ദ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ 2 ആറ്റംസ്. അതായത് ദ കെമിക്കൽ ബോണ്ട് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ കമ്പൈനിങ് ആറ്റംസ് ഈസ് കാൾഡ് കോവാലൻ്റ് ബോണ്ട്. അപ്പോൾ എന്താണ് സഹസംയോജക ബന്ധനം? സംയോജക ബന്ധനം എന്ന് പറഞ്ഞാൽ 2 ആറ്റങ്ങൾ തമ്മിൽ ഇലക്ട്രോണുകൾ പങ്കുവെച്ചുകൊണ്ട് നടക്കുന്ന രാസബന്ധനമാണ് സഹസംയോജക ബന്ധനം, അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ കോവാലൻ്റ് ബോണ്ടിങ് എന്ന് പറയും. What is define covalent bonding? The chemical bond formed by the sharing of electrons between the combining atoms. അതായത് തമ്മിൽ സംയോജിക്കുന്ന ആറ്റങ്ങൾ തമ്മിൽ ഇലക്ട്രോണുകളെ ഷെയർ ചെയ്തുകൊണ്ട് ഉണ്ടാകുന്ന രാസബന്ധനങ്ങളെയാണ് കോവാലൻ്റ് ബോണ്ടിങ് അല്ലെങ്കിൽ സഹസംയോജക ബന്ധനം എന്ന് പറയുന്നത്. ഇലക്ട്രോണുകൾ പങ്കുവെച്ചുകൊണ്ട് ഉണ്ടാകുന്ന ബന്ധനം. The bonded electrons are generally stated in pairs. അപ്പോൾ ഇവ ജോഡികളായിട്ടാണ് ഈ ബന്ധിത ഇലക്ട്രോണുകൾ എന്ന് പറഞ്ഞ് ജോഡികളായിട്ടാണ് കാണപ്പെടുന്നത്. ഇപ്പോൾ ഇതിൽ നമ്മൾ F2ൻ്റെ കേസിൽ 1 പെയർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ എല്ലാത്തിലും അങ്ങനെയല്ല. അതാണ് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത്. സിൻസ് 1 പെയർ ഓഫ് ഇലക്ട്രോൺ ഈസ് ഷെയർഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഫ്ലൂറിൻ മോളിക്യൂൾ. അപ്പോൾ ഫ്ലൂറിൻ മോളിക്യൂൾ 1 പെയർ ഓഫ് ഇലക്ട്രോണിനെയാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് 1 ഇലക്ട്രോണിൻ്റെ ആവശ്യമുള്ളൂ. ഓരോ ആറ്റത്തിനും 1 ഇലക്ട്രോണിൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് അത് 1 പെയർ ഓഫ് ഇലക്ട്രോണിനെയാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള 1 പെയർ ഓഫ് ഇലക്ട്രോണിനെ ഷെയർ ചെയ്തുകൊണ്ടുണ്ടാകുന്ന ബോണ്ടിങ്ങിനെ സിംഗിൾ ബോണ്ട് എന്ന് പറയും. സിംഗിൾ ബോണ്ട്. അപ്പോൾ കോവാലൻ്റ് ബോണ്ട് തന്നെ 2-3 തരത്തിലുണ്ട്. അതിൽ ഒന്നാണ് സിംഗിൾ ബോണ്ട്, ഏകബന്ധനം എന്ന് പറയും. ഏകബന്ധനം അതായത് 1 ജോഡി ഇലക്ട്രോണുകളെ പങ്കുവെച്ചുകൊണ്ട് ഉണ്ടാകുന്ന രാസബന്ധനമാണ് ഏകബന്ധനം അല്ലെങ്കിൽ സിംഗിൾ ബോണ്ട്. ഡിഫൈൻ സിംഗിൾ ബോണ്ട്. സിംഗിൾ ബോണ്ട് ഈസ് എ ബോണ്ട് ഫോംഡ് ബൈ ദ ഷെയറിംഗ് ഓഫ് 1 പെയർ ഓഫ് ഇലക്ട്രോൺ. അതായത് ഏകബന്ധനം എന്ന് പറഞ്ഞാൽ 1 ജോഡി ഇലക്ട്രോണുകളെ പങ്കുവെച്ചുകൊണ്ട് ഉണ്ടാകുന്ന ബന്ധനമാണ് സിംഗിൾ ബോണ്ട്. അപ്പോൾ സിംഗിൾ ബോണ്ടിന് എക്സാമ്പിളാണ് നമ്മളിവിടെ പഠിച്ചത്.
ഫോർമേഷൻ ഓഫ് F2 മോളിക്യൂൾസ്. അതായത് F2 തന്മാത്ര ഉണ്ടാകുന്നത് സിംഗിൾ ബോണ്ടിന് എക്സാമ്പിളാണ്. ഇതേപോലെയാണ് ക്ലോറിൻ്റെയും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണാണ്? 17 ആണ് അതിൻ്റെ അറ്റോമിക് നമ്പർ, 17. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 287, അവിടെ 7 ഇലക്ട്രോൺ വരും. അപ്പോൾ 7 ഇലക്ട്രോണാണ് അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ, വെളിയിലുള്ള ഷെല്ലിൽ 7 ഇലക്ട്രോണാണ് ഉള്ളതെങ്കിൽ ഇങ്ങനെ ഓരോ ഇലക്ട്രോണുകളെ 2 ആറ്റങ്ങളും കൂടെ പങ്കുവെച്ചുകൊണ്ട് ഒരു സിംഗിൾ ബോണ്ടാണ് ഉണ്ടാകുന്നത്, ഏകബന്ധനമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എക്സാമ്പിൾസ് ഏതൊക്കെ പറയാം? ഫ്ലൂറിൻ അല്ലാതെ നമുക്ക് ഏത് പറയാം? ക്ലോറിനും പറയാം. അതാണ് ഇവിടെ കൊടുക്കുന്നത്. അറ്റോമിക് നമ്പർ ഓഫ് ക്ലോറിൻ ഈസ് 17. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതും 2,8,7. എന്നിട്ട് അതിൻ്റെ ഇലക്ട്രോൺ ഡയഗ്രാം വരയ്ക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഉപയോഗിച്ച് ക്ലോറിൻ്റെ ഇത് ഫ്ലൂറിനെ പോലെ നിങ്ങൾ എഴുതി നോക്കുമോ? എങ്ങനെ എഴുതും? നമ്മൾ ഫ്ലൂറിനാണെങ്കിൽ നമ്മൾ F+F എന്ന് എഴുതി അതിൻ്റെ സിമ്പിൾ എഴുതി. ഇപ്പോൾ ഫ്ലൂറിൻ്റെ സ്ഥാനത്ത് ക്ലോറിനാണെങ്കിൽ ഏത് സിമ്പിൾ ഉപയോഗിക്കും? Cl ഉപയോഗിക്കണം. Cl+Cl. എന്നിട്ട് Clൻ്റെ പിന്നെ ചുറ്റാകെ എത്ര ഡോട്ട് ഇടും? അതിൻ്റെ ചുറ്റിനും 7 ഡോട്ട്, 7 ഇലക്ട്രോണുകൾ കാണിക്കണം. 7 ഡോട്ട്. Cl+Cl gives. എന്നിട്ട് ഓരോ Clലും ഓരോ റൗണ്ടിനകത്താക്കണം. അതിൻ്റെ അതായത് പ്രോഡക്റ്റിലെ Cl2 ഉണ്ടാകുന്ന സമയത്ത് ആ പ്രോഡക്റ്റിലെ Cl 2 Clലും ഓരോ സർക്കിളിനകത്താക്കി രണ്ടും കൂടി ഓവർലാപ്പ് ചെയ്ത് വരച്ചിട്ട് രണ്ടും കൂടി സംയോജിക്കുന്ന സ്ഥാനത്ത് ക്ലോറിൻ്റെ ഒരു ഇലക്ട്രോണിനെയും ഓരോ ക്ലോറിൻ്റെയും ഓരോ ഇലക്ട്രോണുകൾ കാണിക്കണം. അതായത് ഫ്ലൂറിനെ പോലെ തന്നെ ക്ലോറിനും. അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് എഫിൻ്റെ സ്ഥാനത്ത് Cl എഴുതണമെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ക്ലോറിൻ മോളിക്യൂൾ ഉണ്ടാകുന്നതിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം. അപ്പോൾ അത് സിംഗിൾ ബോണ്ടിന് എക്സാമ്പിൾ. ഇനി 2 ഇലക്ട്രോണുകളെ പങ്കുവെച്ചുകൊണ്ട് നടക്കുന്ന മോളിക്യൂൾ ഫോർമേഷൻ ഉണ്ട്. 2 ഇലക്ട്രോണുകളെ പങ്കുവെച്ചുകൊണ്ട്. Examine the diagram illustrating the chemical bonding in the molecule of oxygen and nitrogen. അപ്പോഴും നമ്മൾ സിംഗിൾ ബോണ്ടിൻ്റെ കാര്യം പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും. അതായത് ഒരു 2 ആറ്റങ്ങൾ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു ജോഡി ഇലക്ട്രോണുകളല്ല ഇവിടെ പങ്കുവയ്ക്കുന്നത്, 2 ജോഡി ഇലക്ട്രോണുകളെ പങ്കുവെച്ചുകൊണ്ട് നടക്കുന്ന ബന്ധനം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 8. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,6, 2, 6. അപ്പോൾ അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെൽ ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? 6 ആണ്. അപ്പോൾ 6 ആകുമ്പോഴേക്കും അതിന് ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ അതിന് സ്ഥിരത നേടാൻ, അഷ്ടക സംവിധാനം നേടാൻ എത്ര ഇലക്ട്രോണിൻ്റെ ആവശ്യമുണ്ട്? 2 ഇലക്ട്രോണിൻ്റെ ആവശ്യമുണ്ട്. അപ്പോഴിവിടെ 2 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്ന് ഒരു ഓക്സിജൻ തന്മാത്ര ഉണ്ടാകുന്ന സമയത്ത് എത്ര ജോഡി ഇലക്ട്രോണുകളെ വീതം അവ ഷെയർ ചെയ്യും? ഓരോ ഓക്സിജൻ ആറ്റവും 2 ഇലക്ട്രോണുകളെ വീതം പങ്കുവെച്ചുകൊണ്ടാണ് ഇവിടെ രാസബന്ധനത്തിൽ ഏർപ്പെടുന്നത്. അതെങ്ങനെയാണെന്ന് നമ്മൾ ഡോട്ട് ഡയഗ്രം ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ നേരത്തെ നമ്മൾ ഫ്ലൂറിൻ്റെ എഴുതിയതുപോലെ തന്നെ ഇവിടെ ഓക്സിജൻ്റെ സിമ്പൽ O എഴുതിയിട്ട് അതിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണിനെ ഡോട്ട് ഉപയോഗിച്ച് കാണിക്കുക. അതിന് ചുറ്റാകെ ഔട്ടർമോസ്റ്റ് ഷെല്ല് അതിൻ്റെ ഏറ്റവും വെളിയിലുള്ള ഷെല്ലിലെ ഇലക്ട്രോൺ എത്രയാണ്? 6 ആണ്. 6 ഡോട്ട്. ഓക്സിജന് ചുറ്റും 6 ഡോട്ട് പ്ലസ് അടുത്ത ഓക്സിജൻ ആറ്റം, അതിലും അതേപോലെ 6 ഡോട്ട്. എന്നിട്ട് ഗ്യൂസ് 2 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്ന് ഇവിടെ ഒരു ഓക്സിജൻ മോളിക്യൂൾ ഉണ്ടാകുന്നതിൻ്റെ ഡയഗ്രാം. അതായത് ഒരു ഓക്സിജൻ ആറ്റം ഒരു സർക്കിളിനകത്ത്, എന്നിട്ട് അതിന് ചുറ്റും 6 ഡോട്ട്. എന്നിട്ട് അടുത്ത ഓക്സിജൻ ആറ്റം ആ സർക്കിള് ആദ്യത്തെ ഓക്സിജൻ ആറ്റത്തെ കവർ ചെയ്തുകൊണ്ട് വേണം വരയ്ക്കാൻ. നിങ്ങൾ നമുക്ക് വരച്ച് കാണിക്കാൻ പറ്റില്ല, നിങ്ങൾ ടെസ്റ്റിൽ നോക്കണം, എടുത്ത് വെച്ച് നോക്കിക്കൊണ്ട് വേണം അത് കേൾക്കാൻ. അതായത് 2 ഓക്സിജൻ ആറ്റങ്ങൾ 2 സർക്കിളുമായിട്ട് ഓവർലാപ്പ് ചെയ്തിരിക്കുന്നത് കാണാം. എന്നിട്ട് രണ്ടും കൂടെ ചേരുന്ന ഭാഗത്ത് 4 ഡോട്ട് കാണിക്കണം. അത് വ്യക്തമായ 4 ഡോട്ട് കാണിക്കണം. അതായത് ഓരോ ഓക്സിജൻ ആറ്റവും 2 ഇലക്ട്രോണുകളെ വീതം ഇവിടെ ഷെയർ ചെയ്താണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അവിടെ 4 ഡോട്ട്. അപ്പോൾ 4 ഇലക്ട്രോണുകളെയാണ് ഇവർ ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ബോണ്ടിങ്ങിനെയാണ് ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത്. എന്താണ് ഡബിൾ ബോണ്ട്? അപ്പോൾ അതിന് താഴെയായിട്ട് വേറെ ഒരു ട്രിപ്പിൾ ബോണ്ട്, അതായത് നൈട്രജനാണ് കാണിച്ചേക്കുന്നത്. നൈട്രജൻ എന്ന് പറയുമ്പം അതിൻ്റെ അറ്റോമിക് നമ്പർ 7 ആണ്. അറ്റോമിക് നമ്പർ 7 ഒരു മൂലകമാണ് നൈട്രജൻ.
അപ്പോൾ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതും? 7 ആണെങ്കിൽ 2,5 2 5 ആദ്യത്തെ ഷെല്ലിൽ 2, രണ്ടാമത്തെ ഷെല്ലിൽ 5. അപ്പോൾ നമ്മൾ നൈട്രജൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം 5 ഡോട്ട് കാണിച്ചാൽ മതിയല്ലോ എന്നിൻ്റെ സിമ്പലിൽ ചുറ്റാകെ. അപ്പോൾ എൻ എന്ന സിമ്പൽ എഴുതുക, അതിന് ചുറ്റാകെ എത്ര ഡോട്ട്? 5 ഡോട്ട്. എൻ പ്ലസ് അടുത്ത എൻ രണ്ടാമത്തെ ആറ്റം നൈട്രജൻ ആറ്റം, അതും 5 ഡോട്ട് കാണിക്കുക. എൻ പ്ലസ് എൻ ഗീവ്സ് 2 നൈട്രജൻ ആറ്റം കൂടി അവിടെ സംയോജിച്ച് N2 മോളിക്യൂൾ ഉണ്ടാകുന്നതിൻ്റെ പിക്ചറാണ് അടുത്തത്. അപ്പോൾ ആദ്യത്തെ എൻ ഒരു സർക്കിളിനകത്താക്കിയിട്ട് അതിൽ 5 ഡോട്ട്. എന്നിട്ട് ഈ 5 ഡോട്ടിൽ 2 ഡോട്ട് ഒരു സൈഡിലും മറ്റേ ആറ്റവുമായി കമ്പൈൻ ചെയ്യത്തക്ക വിധത്തിൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ 3 ഡോട്ടും കാണിക്കണം. എന്നിട്ട് അടുത്ത എൻ സിമ്പൽ ഇട്ടതിന് ശേഷം അടുത്ത സർക്കിള് ഇതിനെ ഓവർലാപ്പ് ചെയ്ത് വരച്ചിട്ട് അതിൻ്റെ 3 ഇലക്ട്രോൺ ഇത് രണ്ടും കൂടി ചേരുന്ന ഭാഗത്ത് കാണിച്ചിരിക്കണം. അപ്പോൾ ടോട്ടൽ അവിടെ ആ 2 സർക്കിളും കൂടി ചേരുന്ന ഭാഗത്ത് 6 ഡോട്ട് കാണിച്ചിരിക്കണം. 6 ഇലക്ട്രോണിനെയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഓരോ നൈട്രജൻ ആറ്റത്തിനും ഇവിടെ 2 5 ആണ്. 5 ആണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ വന്നാൽ ഇട്ടാകാൻ എത്ര എണ്ണം വേണം? 3 ഇലക്ട്രോണിൻ്റെ ആവശ്യമുണ്ട്. ഇനി സ്ഥിരത നേടാൻ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി 3 ഇലക്ട്രോണിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ 3 ഇലക്ട്രോണുകളെ ഈ 2 നൈട്രജൻ ആറ്റവും കൂടി ഷെയർ ചെയ്യണം ഇവിടെ. അപ്പോൾ നമ്മളിപ്പോൾ ഓരോ സർക്കിളും നോക്കിയാൽ മനസ്സിലാവും. എൻ എന്ന ആറ്റത്തിൻ്റെ ഇത് നോക്കൂ. ആദ്യത്തെ എൻ ആറ്റത്തിന് സർക്കിൾ മൊത്തത്തിൽ നോക്കിയാൽ 2 3 6 6 2 8 എണ്ണമായി ആദ്യത്തെ എൻ ആറ്റത്തിന്. രണ്ടാമത്തെ എൻ ആറ്റം നോക്കിയാലും അതിൻ്റെ 2 ഇലക്ട്രോൺ അതിൻ്റെ റൈറ്റ് സൈഡിൽ, പിന്നെ ഇത് രണ്ടും കൂടി ചേരുന്ന ഭാഗത്തുള്ള 6 ഇലക്ട്രോൺ, അങ്ങനെ 6 2 8. അപ്പോൾ 2 നൈട്രജൻ ആറ്റം ഇങ്ങനെ സ്റ്റെബിലിറ്റി നേടിയല്ലോ. ഓക്സിജൻ ആണെങ്കിലും അങ്ങനെ തന്നെ. നമുക്ക് ഓരോന്നും നോക്കുകയാണെങ്കിൽ 2 4 6 8 ഓരോ ഓക്സിജൻ ആറ്റത്തിന് 8 ഇലക്ട്രോൺ വീതം ഇവിടെ നേടിയിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഇങ്ങനെയാണ് ഈ നൈട്രജനും ഓക്സിജനും ഒക്കെ തന്മാത്രകളായി മാറുന്നത്, ഇലക്ട്രോണുകളെ പരസ്പരം പങ്കുവച്ചുകൊണ്ട്. അപ്പോൾ ഈ നൈട്രജനിൽ എത്ര ഇലക്ട്രോണുകളാണ് ഷെയർ ചെയ്തിരിക്കുന്നത്? 6 ഇലക്ട്രോണുകൾ. അതായത് എത്ര പേഴ്സ്? 3 പേഴ്സ് ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ അതിനെയാണ് 3 പെയർ ഓഫ് ഇലക്ട്രോണിനെയാണ് പരസ്പരം പങ്കുവയ്ക്കുന്നതെങ്കിൽ അതിന് ത്രിബന്ധനം അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയും. അപ്പോൾ നമ്മൾ സിംഗിൾ ബോണ്ട് പഠിച്ചു. ഇനി എന്താണ് ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്? അപ്പോൾ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന നോക്കുക. ഹൗ മെനി പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ആർ ഷെയർഡ് ഇൻ ദീസ് മോളിക്യൂൾസ്? ഈ മോളിക്യൂൾസിൽ എത്ര പെയർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് ഷെയർ ചെയ്തിരിക്കുന്നത്? ഓക്സിജനിൽ 2 പെയർ 4 ഇലക്ട്രോൺ, നൈട്രജനിൽ 3 പെയർ. അപ്പോൾ കോവാലന്റ് ബോണ്ട് ഫോംഡ് ബൈ ഷെയറിംഗ് ഓഫ് 2 pairs ഓഫ് ഇലക്ട്രോൺ ഈസ് കാൾഡ് ഡബിൾ ബോണ്ട്. അപ്പോൾ ഡിഫൈൻ ഡബിൾ ബോണ്ട് എന്ന് വെച്ചാൽ എന്തോന്നാണ്? ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് ഏതിലാണ്? അയണിക് ബോണ്ടിലല്ല, കോവാലന്റ് ബോണ്ടിലാണ് സാധ്യമാകുന്നത്. സഹസംയോജക ബന്ധനത്തിൽ മാത്രമേ ഡബിൾ ബോണ്ട് സാധ്യമാകൂ. അപ്പോൾ കോവാലന്റ് ബോണ്ട് ഫോംഡ് ബൈ ഷെയറിംഗ് 2 pairs ഓഫ് ഇലക്ട്രോൺസ് ആർ കാൾഡ് ഡബിൾ ബോണ്ട്. അപ്പോൾ സിംഗിൾ ബോണ്ട് നേരത്തെ പഠിച്ചു. കോവാലന്റ് ബോണ്ട് ഫോംഡ് ബൈ ഷെയറിംഗ് ഓഫ് 1 pair ഓഫ് ഇലക്ട്രോൺ ഈസ് കാൾഡ് സിംഗിൾ ബോണ്ട്. കോവാലന്റ് ബോണ്ട് ഫോംഡ് ബൈ 2 pairs ഓഫ് ഇലക്ട്രോൺ ഈസ് കാൾഡ് ഡബിൾ ബോണ്ട്. അപ്പോൾ ദ്വിബന്ധനം എന്ന് പറയും. അതായത് ഒരു ജോഡി ഇലക്ട്രോണുകളെ പങ്കുവെച്ചുകൊണ്ട് നടക്കുന്ന സഹസംയോജക ബന്ധനങ്ങളെയാണ് ദ്വിബന്ധനം. എക്സാമ്പിൾ ഏത് മോളിക്യൂൾസ് ആണ്? ഫോർമേഷൻ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ്, O2 മോളിക്യൂൾസ്. അപ്പോൾ ഓക്സിജൻ തന്മാത്ര ഉണ്ടാകുന്നത് ഈ ദ്വിബന്ധനത്തിന് എക്സാമ്പിളാണ്. ഇഫ് 3 pairs ഓഫ് ഇലക്ട്രോൺസ് ആർ ഷെയർഡ് ഓർ ടു ഫോം എ കോവാലന്റ് ബോണ്ട്, ഇറ്റ് ഈസ് കാൾഡ് ട്രിപ്പിൾ ബോണ്ട്. 3 ജോഡി ഇലക്ട്രോണുകളെ പങ്കുവെച്ചുകൊണ്ട് നടക്കുന്ന സഹസംയോജക ബന്ധനങ്ങളെയാണ് ത്രിബന്ധനം എന്ന് പറയും. ട്രിപ്പിൾ ബോണ്ട്. But different triple bond is a covalent bond formed by the sharing of 3 pairs of electrons. 3 ജോഡി ഇലക്ട്രോണുകളെ പങ്കുവെച്ചുകൊണ്ട് ഉണ്ടാകുന്ന രാസബന്ധനങ്ങളെ അല്ലെങ്കിൽ സഹസംയോജക ബന്ധനങ്ങളെയാണ് ട്രിപ്പിൾ ബോണ്ട്. ഏതാണ് ട്രിപ്പിൾ ബോണ്ടിന് എക്സാമ്പിൾ അല്ലെങ്കിൽ ത്രിബന്ധനത്തിന് എക്സാമ്പിൾ ഏതാണ്? നൈട്രജൻ തന്മാത്ര ഉണ്ടാകുന്നത് 3 ജോഡി ഇലക്ട്രോണുകളെ പങ്കുവെച്ചുകൊണ്ടാണ്. അത് ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാകുന്നതിന് എക്സാമ്പിളാണ്. ഇത്രയും മനസ്സിലായല്ലോ. കോവാലന്റ് ബോണ്ട് ഇത്ര ഫോമിലൊക്കെ ഉണ്ടെന്ന്: സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്. ഏകബന്ധന, ദ്വിബന്ധന, ത്രിബന്ധനം. ഏകബന്ധനം എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട് ഈസ് എ ബോണ്ട് ഫോംഡ് ബൈ ദ കോവാലന്റ് ബോണ്ട് ഫോംഡ് ബൈ ദ ഷെയറിംഗ് ഓഫ് 1 pair ഓഫ് ഇലക്ട്രോൺസ്. ഒരു സഹസംയോജന ബന്ധനത്തിൽ ഒരു ജോഡി ഇലക്ട്രോണുകളെ പങ്കുവെച്ചുകൊണ്ടുണ്ടാകുന്നത് സിംഗിൾ ബോണ്ട്. എക്സാമ്പിൾ ഫോർമേഷൻ ഓഫ് F2 മോളിക്യൂൾസ്, Cl2 മോളിക്യൂൾസ്.
അതായത് ഫ്ലൂറിൻ തന്മാത്ര, ക്ലോറിൻ തന്മാത്ര ഇവയൊക്കെ ഉണ്ടാകുന്നത് സിംഗിൾ ബോണ്ടിന് എക്സാമ്പിളാണ്. ഇനി ഡിഫൈൻ ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ട് ഈസ് എ കോവാലന്റ് ബോണ്ട് ഫോംഡ് ബൈ ദ ഷെയറിംഗ് ഓഫ് 2 pairs ഓഫ് ഇലക്ട്രോൺസ്. ഒരു സഹസംയോജന ബന്ധനത്തിൽ 2 ജോഡി ഇലക്ട്രോണുകളെ പങ്കുവെച്ചുകൊണ്ട് നടക്കുന്ന ബന്ധനങ്ങളെ കോവാലന്റ് ഡബിൾ ബോണ്ട് എന്ന് പറയും. എക്സാമ്പിൾ ഫോർമേഷൻ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ്, ഓക്സിജൻ തന്മാത്ര ഉണ്ടാകുന്ന പ്രവർത്തനം. ഇനി ഡിഫൈൻ ട്രിപ്പിൾ ബോണ്ട്. ട്രിപ്പിൾ ബോണ്ട് ഈസ് എ കോവാലന്റ് ബോണ്ട് ഫോംഡ് ബൈ ദ ഷെയറിംഗ് ഓഫ് 3 pairs ഓഫ് ഇലക്ട്രോൺസ്. 3 ജോഡി ഇലക്ട്രോണുകളെ പങ്കുവെച്ചുകൊണ്ട് നടക്കുന്ന രസബന്ധനങ്ങളെയാണ് ത്രിബന്ധനം എന്ന് പറയുന്നത്. എക്സാമ്പിൾ നൈട്രജൻ തന്മാത്ര ഉണ്ടാകുന്നത് N+N gives N2. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമ്മളിതിനെ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ബോണ്ടിങ്ങിനെ നമ്മളൊരു ഇപ്പം ക്ലോറിൻ 2 ക്ലോറിൻ തന്മാത്ര ഉണ്ടാകുന്നത് ഒരു സിംഗിൾ ബോണ്ടാണ്. 2 ക്ലോറിൻ തന്മാത്രകൾക്കിടയിലുള്ള ബന്ധനം എന്ന് പറയുന്നത് ഏകബന്ധനമാണ്. അത് നമ്മളങ്ങനെ സിമ്പിൾ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് 2 ഫ്ലൂറിൻ തന്മാത്ര ഉണ്ടാകുന്നതും ഏകബന്ധനമാണ്. അതങ്ങനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ സിംഗിൾ ബോണ്ട് എഫ് എന്ന് പറഞ്ഞാൽ എഫ് ഒരു ചെറിയ വര എഫ് സിംഗിൾ ബോണ്ട് എഫ് എന്ന് വായിക്കും. CL ആണെങ്കിൽ CL സിംഗിൾ ബോണ്ട് CL. ഇനി 2 ഓക്സിജൻ ആറ്റങ്ങൾക്കിടയിലുള്ളത് ഡബിൾ ബോണ്ടാണെന്ന് അങ്ങനെ അത് O = O 2 വര O = O എന്ന് എഴുതിയിട്ട് വായിക്കേണ്ടത് O ഡബിൾ ബോണ്ട് O. ഇനി N-ഉം 2 നൈട്രജൻ ആറ്റങ്ങൾക്കിടയിൽ ട്രിപ്പിൾ ബോണ്ടാണെന്ന് അങ്ങനെ കാണിക്കും. N 3 വരെ ഇട്ടിട്ട് ക്യാപിറ്റൽ ലെറ്ററാണ് എഴുതേണ്ടത് ഇതെല്ലാം. അപ്പോൾ CL എഴുതി ഒരു വര ഇട്ട് CL ചെറിയൊരു ഡാഷ്. അപ്പോൾ CL സിംഗിൾ ബോണ്ട് CL എന്ന് വായിക്കും. O ആണെങ്കിൽ 2 ഓക്സിജൻ ആറ്റങ്ങൾക്കിടയിൽ ചെറിയ 2 വര, അപ്പോൾ O ഡബിൾ ബോണ്ട് O. N ആണെങ്കിൽ 2 N സിമ്പിളിന് ഇടയിൽ 3 ചെറിയ വര, N ട്രിപ്പിൾ ബോണ്ട്. ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ എലമെൻസിൻ്റെ മോളിക്യൂൾസിൻ്റെ ഫോമുല കൊടുത്തിട്ടുണ്ട്. അതിൽ എത്ര ഇലക്ട്രോൺ പെയർ ഷെയർ ചെയ്യണമെന്ന് കാണിക്കണം. അതിൻ്റെ കെമിക്കൽ ബോണ്ട് ഏതാണെന്നും പറയണം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന മോളിക്കുലർ ഫോമുല എന്ന് പറയുന്നത് F2 എന്ന് പറയുന്ന ഏത് മൂലകത്തിൻ്റെ തന്മാത്ര സൂത്രമാണ്? ഫ്ലൂറിൻ. F2 എന്ന് പറഞ്ഞാൽ ഫ്ലൂറിൻ തന്മാത്രയാണ് കാണിക്കുന്നത്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെയർസ് ഷെയർഡ്, അതായത് എത്ര ജോഡി ഇലക്ട്രോണുകളാണ് F2 പങ്കുവയ്ക്കുന്നത്, ഷെയർ ചെയ്യുന്നത്. നേരത്തെ എഴുതി നോക്കിയാണല്ലോ. എത്ര ജോഡിയാണ്? ഒരു ജോഡി ഇലക്ട്രോണുകളെ, 1 pair ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ അവയ്ക്ക് ഇടയിലുള്ള ബന്ധനം ഏതാണ്? F സിംഗിൾ ബോണ്ട്, അതായത് F സിംഗിൾ ബോണ്ട് F. എഫിന് 2 F സിമ്പിളിൻ്റെ ഇടയിൽ ഒരു ചെറിയ വര എഴുതുമ്പോൾ വായിക്കുന്നത് F സിംഗിൾ ബോണ്ട് F. അപ്പോൾ അവയ്ക്കിടയിലുള്ള കെമിക്കൽ ബോണ്ടിങ് ഏതാണ്? രാസബന്ധനം ഏതാണ്? ഏകബന്ധനം, സിംഗിൾ ബോണ്ട്. നെക്സ്റ്റ് നോക്കൂ താഴെ CL2 അതേപോലെ തന്നെയാണ്. എത്ര ജോഡി ഇലക്ട്രോണുകളാണ് ഷെയർ ചെയ്യുന്നത്? CL2 ഒരു ജോഡി ഇലക്ട്രോണുകളെ. CLൻ്റെ ഇടയിലുള്ള ബന്ധനം എന്ന് പറയുന്നത് സിംഗിൾ ബോണ്ടാണ്, ഏകബന്ധനമാണ്. ഇനി O2 2 ഓക്സിജൻ തന്മാത്രകൾക്കിടയിൽ ഏത് ടൈപ്പ് ബോണ്ടിങ് ആണ് ഇവിടെ കണ്ടത് നമ്മൾ? ഡബിൾ ബോണ്ടിങ്. അതായത് 2 പെയർ ഓഫ് ഇലക്ട്രോണുകൾ, 2 ജോഡി ഇലക്ട്രോണുകളെയാണ് 2 ഓക്സിജൻ ആറ്റങ്ങൾ തമ്മിൽ ഷെയർ ചെയ്തത്. അപ്പോൾ 2 പെയർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ അവയ്ക്കിടയിലുള്ള ബോണ്ടിങ് എന്ന് പറയുന്നത് ഡബിൾ ബോണ്ട്. ഇനി N2 ആണെങ്കിൽ ഇവിടെ എത്ര ജോഡി ഇലക്ട്രോണുകൾ ഷെയർ ചെയ്തു? നൈട്രജൻ തന്മാത്രകൾ 3 ജോഡി ഇലക്ട്രോണുകൾ വീതമാണ് ഷെയർ ചെയ്തത്. അതായത് 3 ജോഡി ഇലക്ട്രോണുകളാണ് ഒരു N2 തന്മാത്രകൾക്കിടയിൽ നമ്മൾ കണ്ടത്, 6 ഇലക്ട്രോണുകളെ. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർ ഷെയർഡ് എത്ര എഴുതും? നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർ ഷെയർഡ് എത്ര എഴുതും? 3 പെയർ. അപ്പോൾ അങ്ങനെ 3 പെയർ ഓഫ് ഇലക്ട്രോൺ ഷെയർ ചെയ്താൽ ആ കെമിക്കൽ ബോണ്ടിങ്ങിന് എന്തോന്ന് പേരിൽ വിളിക്കും? ത്രിബന്ധനം അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി ആ ടേബിൾ ഫില്ല് ചെയ്യണം. ഇനി നോക്കൂ, ലെറ്റ്സ് എക്സാമിൻ ഹൗ കോവാലന്റ് ബോണ്ട്സ് ആർ ഫോംഡ് വെൻ ദ കമ്പൈനിങ് ഓഫ് ആറ്റംസ് ആർ ഡിഫറൻറ്റ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് ഒരേ സ്വഭാവമുള്ള 2 എലമെൻറ്റുകൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് ഒരു തന്മാത്ര അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ ഉണ്ടാകുന്ന വിധമാണ് നമ്മൾ പഠിച്ചത്. ഇനി ഒരു കോമ്പൗണ്ട് ഫോർമേഷൻ ആകുമ്പോഴത്തേക്ക് 2 ഒരേപോലെയുള്ള ആറ്റങ്ങളായിരിക്കില്ലല്ലോ. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഈ സഹസംയോജിക ബന്ധനം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ടിങ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. ഇവാലുവേറ്റ് ദ ഇലുസ്ട്രേഷൻസ് ഷോയിങ് ദ ഫോർമേഷൻ ഓഫ് കെമിക്കൽ ബോണ്ട് ഇൻ
ഹൈഡ്രജൻ ക്ലോറൈഡ്, ഇവിടെ ഒരു കോമ്പൗണ്ട് ഹൈഡ്രജൻ ക്ലോറൈഡ്. ഹൈഡ്രജൻ ക്ലോറൈഡ് മോളിക്യൂൾ ഉണ്ടാകുന്നതിൻ്റെ ഡോട്ട് ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഹൈഡ്രജൻ ക്ലോറൈഡ് ആകുമ്പോൾ അതിലെ എലമെൻറ്റുകൾ ഏതൊക്കെയാണ്? ഹൈഡ്രജനും ക്ലോറിനും. അപ്പോൾ നമ്മൾ ആ ഹൈഡ്രജനും ക്ലോറിൻ്റെ സിമ്പിൾ നോക്കണം. ആദ്യം ഹൈഡ്രജൻ നമുക്കറിയാം ക്ലോറിൻ Cl. അപ്പോൾ ആദ്യം ക്യാപിറ്റൽ ലെറ്റർ എച്ചും ക്ലോറിനും കൂടെ ചേർന്നാണ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എച്ച് എഴുതുക. എച്ചിൽ ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ അറിയാം, 1. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 ആകുമ്പോൾ അതിൽ എത്ര ഇലക്ട്രോണേ ഉള്ളൂ? 1 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ ആ 1 ഇലക്ട്രോണിനെ നമ്മളവിടെ ഡോട്ട് ഉപയോഗിച്ച് കാണിച്ചാൽ മതിയല്ലോ. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എച്ച് എഴുതിയിട്ട് ആ 1 ഇലക്ട്രോണിനെ ഡോട്ട് ഉപയോഗിച്ച് അവിടെ കാണിക്കണം. അതിൻ്റെ റൈറ്റ് സൈഡിൽ H പ്ലസ് Cl. Cl എന്ന് പറയുമ്പോൾ ക്ലോറിന് 17ആണ്. അപ്പോൾ 2, 8, 7. അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോണാണ്. അപ്പോൾ അവിടെ എത്ര ഡോട്ട് കാണിക്കും? Cl എന്ന സിമ്പിളിൻ്റെ ചുറ്റാകെ 7 ഡോട്ട് കാണിക്കണം. 2, 4, 6, 7 ഡോട്ട് കാണിക്കണം. ക്ലിയറായി ആ ഡോട്ട് കാണിക്കണം. അതിനുശേഷം എച്ചും ആണ് ഇവിടുത്തെ അഭികാരങ്ങൾ അല്ലെങ്കിൽ റിയാക്റ്റൻസ്. H പ്ലസ് Cl ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ഉൽപ്പന്നം ഏതാണ്? ഹൈഡ്രജൻ ക്ലോറൈഡ്. അപ്പോൾ അതങ്ങനെ നമ്മൾ കാണിക്കും. ഹൈഡ്രജനും ക്ലോറിനും തമ്മിൽ ഇവിടെ ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യണത്, അവിടെ ട്രാൻസ്ഫറിങ് തന്നെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ കാണിക്കേണ്ടത് എന്താണ്? രണ്ടും കൂടിയുള്ള കമ്പൈനിങ് ആയിട്ടുള്ള ഒരു ഹൈഡ്രജനും ക്ലോറിൻ്റെയും കൂടെ സർക്കിളുകൾ തമ്മിൽ കമ്പൈൻ ചെയ്തായിട്ട് കാണിക്കണം. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റിലും എച്ച് എഴുതുക. എച്ച് എന്ന ക്യാപിറ്റൽ ലെറ്റർ എഴുതിയിട്ട് അതിന് ചുറ്റാകെ ഒരു സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ 1 ഇലക്ട്രോണിനെ കാണിക്കുക. അപ്പോൾ എച്ച് ഈ 1 ഇലക്ട്രോണിനെ കവർ ചെയ്തുകൊണ്ട് Cl എന്ന സിമ്പലും ചുറ്റാകെ ഒരു സർക്കിൾ വരയ്ക്കുക. ഈ എച്ച് എന്ന എലമെൻറ്റിൻ്റെ 1 ഇലക്ട്രോണിനെ കവർ ചെയ്തുകൊണ്ട് Cl സിമ്പിൾ എഴുതിയിട്ട് അവിടെ ഒരു സർക്കിൾ വരയ്ക്കുക. അപ്പോൾ Cl എത്ര ഡോട്ട് വേണം? 7 ഡോട്ട്. അതിൽ 6 എണ്ണം ഈ ഹൈഡ്രജനും ക്ലോറിനും ചേരുന്ന ആ സർക്കിളിൻ്റെ വെളിയിൽ വേണം എഴുതാൻ. 2, 4, 6. എന്നിട്ട് ക്ലോറിൻ്റെ 7ാമത്തെ ഇലക്ട്രോൺ ഈ ഹൈഡ്രജനും ക്ലോറിനും തമ്മിൽ ചേരുന്ന ആ സർക്കിളിനകത്ത് എഴുതണം, അകത്ത് കാണിക്കണം, ഡോട്ടിട്ട് കാണിക്കണം. അപ്പോൾ ഈ എച്ചും Cl തമ്മിൽ ചേർന്ന സർക്കിളിനകത്ത് എത്ര ഡോട്ട് വന്നു? 2 ഡോട്ട് വന്നു. അപ്പോൾ ആ 2 ഡോട്ട് എന്ന് പറയുന്നത് എത്ര ഇലക്ട്രോണുകളെയാണ് കാണിക്കുന്നത്? 1 പെയർ ഇലക്ട്രോൺ, 2 ഇലക്ട്രോണുകളെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഹൈഡ്രജനും ക്ലോറിനും എത്ര ഇലക്ട്രോണുകൾ വീതമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തത്? ഹൈഡ്രജൻ്റെ 1 ഇലക്ട്രോൺ കൊടുത്തു, ക്ലോറിന് 1 ഇലക്ട്രോൺ. അങ്ങനെ 1 ജോഡി ഇലക്ട്രോണുകളാണ് ഇവിടെ ഷെയർ നടന്നത്. അപ്പോൾ അവിടെ അതാണ് ചോദിച്ചത്, ഹൗ മെനി ഇലക്ട്രോൺ പെയർസ് ആർ ഷെയർഡ്? അപ്പോൾ 2 ഇലക്ട്രോണുകളാകുമ്പോൾ 1 പെയർ. എത്ര പെയർ ഓഫ് ഇലക്ട്രോണിനെയാണ് ഇവിടെ ഹൈഡ്രജനും ക്ലോറിനും കൂടി ഷെയർ ചെയ്തത്? 1 പെയർ ഇലക്ട്രോൺ. 1 പെയർ ഇലക്ട്രോണിനെയാണ് ഷെയർ ചെയ്തത്. അപ്പോൾ റെപ്രസെൻറ്റ് ദ കെമിക്കൽ ബോണ്ട് യൂസിങ് സിമ്പിൾസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മളങ്ങനെ സിമ്പിൾസ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യും. ഹൈഡ്രജൻ്റെ ക്ലോറിൻ്റെ ഇടയിലുള്ള ബോണ്ടിങ്ങിനെ നമ്മൾ സിമ്പിൾ ഉപയോഗിച്ച് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? എങ്ങനെയാണ് സിംഗിൾ ബോണ്ടിനെ നേരത്തെ റെപ്രസെൻറ്റ് ചെയ്തത്? ക്ലോറിൻ്റെ വന്നപ്പോൾ Cl, ഒരു ചെറിയ വര Cl, അങ്ങനെയല്ലേ കാണിച്ചത്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റർ H, ഒരു ചെറിയ വര ഇട്ടിട്ട് Cl. അപ്പോൾ H വായിക്കുന്നത് H സിംഗിൾ ബോണ്ട് Cl, H സിംഗിൾ ബോണ്ട് Cl. അങ്ങനെയാണ് ഹൈഡ്രജൻ്റെയും ക്ലോറിൻ്റെ ഇടയിലുള്ള ആ ബോണ്ടിങ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, കെമിക്കൽ ബോണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് H സിംഗിൾ ബോണ്ട് Cl. Let's see the formation of കാർബൺ ടെട്രാക്ലോറൈഡ്. അപ്പോൾ ഇതുപോലെ പിന്നെ വേറെ ഒരു കോമ്പൗണ്ട് പറയുകയാണ് കാർബൺ ടെട്രാക്ലോറൈഡ്. അതായത് കാർബണും ക്ലോറിനും കൂടി കമ്പൈൻ ചെയ്ത് ഉണ്ടാകുന്ന ഒരു കോമ്പൗണ്ടാണ് കാർബൺ ടെട്രാക്ലോറൈഡ്. അതായത് കാർബൺ C, ക്ലോറിൻ Cl. അപ്പോൾ CCl4 ആണ് ഇതിൻ്റെ കെമിക്കൽ ഫോമുല റെപ്രസെൻറ്റേഷൻ, CCl4. അപ്പോൾ അതിൽ നോക്കാം നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഡോട്ട് ഡയഗ്രാം വരയ്ക്കുന്നത്. അതായത് കാർബണിൽ എത്ര ഇലക്ട്രോണുകളുണ്ട്? കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,4. നമുക്കിവിടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ മാത്രം മതി ഡോട്ട് കാണിക്കാനായിട്ട്. അപ്പോൾ 4 ഇലക്ട്രോൺ. അപ്പോൾ C എന്ന സിമ്പിൾ എഴുതുക, അതിന് ചുറ്റും 4 ഡോട്ട്. C പ്ലസ് ഒരു കാർബൺ ആറ്റം CCl4. അതായത് ഇപ്പം കാർബണിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ ആണെങ്കിൽ അതിന് സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഇനി ഹൗ മെനി ഇലക്ട്രോൺസ് ആർ നീഡഡ്? എത്ര ഇലക്ട്രോൺസ് വേണം? 4 ഇലക്ട്രോൺ കൂടി വേണം. കാർബണിന് സ്റ്റെബിലിറ്റിക്ക് വേണ്ടി 4 ഇലക്ട്രോൺ വേണം. അപ്പോൾ ഈ 4 ഇലക്ട്രോണുകളെ അതുമായി കമ്പൈൻ ചെയ്യുന്ന എലമെൻറ്റുമായി ഇത് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് കാർബൺ ആറ്റംസ്. അപ്പോൾ കാർബൺ ഇവിടെ ക്ലോറിനുമായി ചേരണമെങ്കിൽ 4 ക്ലോറിൻ ആറ്റം വേണം. അതായത് എന്തുകൊണ്ടാണ് ഈ 4 ക്ലോറിൻ ആറ്റം ഇവിടെ ആവശ്യം വരുന്നത്? ഒരു ക്ലോറിൻ ആറ്റത്തിൻ്റെ
പിന്നെ അതിന് ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഒരു ക്ലോറിൻ ആറ്റത്തിന് ഒരു ഇലക്ട്രോൺ മതി. അപ്പോൾ ആ ഒരു ഇലക്ട്രോണിനെ ഒരു ക്ലോറിൻ ആറ്റത്തിന് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ കാർബണിൻ്റെ 4 ഇലക്ട്രോണുകളുമായി ഷെയർ ചെയ്യുന്നതിന് 4 ക്ലോറിൻ ആറ്റം വേണം. ഇത് ഓരോ ക്ലോറിൻ ആറ്റവും ഓരോ ഇലക്ട്രോണുകൾ വീതമാണ് ഇവിടെ ഷെയർ ചെയ്തതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് C+4Cl ഗീവ്സ് ഈ കാർബണും ക്ലോറിനുമായി കമ്പൈൻ ചെയ്യുന്ന പിക്ചർ. സി നമുക്ക് സെൻട്രൽ എഴുതിയിട്ട് അതിനൊരു സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് സിക്ക് ചുറ്റാകെ എത്രയാ 4 ഡോട്ട് അതെഴുതുക. ഈ 4 ഡോട്ട് ഇട്ടിട്ട് ഈ ഓരോ ഡോട്ടിന് കണ്ടോ, നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് വെച്ചാൽ പിക്ചർ നോക്കുക. ഈ 4 ഡോട്ട് 4 ഇലക്ട്രോണുകളെയും ഓവർലാപ്പ് ചെയ്തുകൊണ്ട് ഓരോ ക്ലോറിൻ ആറ്റം അവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ ക്ലോറിൻ ആറ്റത്തിൻ്റെയും ഈ കാർബണുമായി സംയോജിക്കുന്ന ആ ഭാഗത്ത് ഓരോ ഇലക്ട്രോണിനെയും കാണിച്ചു. അതായത് ക്ലോറിൻ്റെ ഔട്ടർമോസ്റ്റ് സ്റ്റേറ്റിലെ 7 ഇലക്ട്രോണിൽ 6 എണ്ണം വെളിയിലും ഈ 1 ഇലക്ട്രോൺ ഈ കാർബൺ ആറ്റവുമായി ചേരുന്ന സർക്കിളിൽ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ 4 ക്ലോറിൻ ആറ്റം. അപ്പോൾ ഈ 4 കാർബൺ ആറ്റത്തിൻ്റെ ചുറ്റിലും 4 ക്ലോറിൻ ആറ്റവും എത്ര ഇലക്ട്രോണുകളെയാണ് ഷെയർ ചെയ്തേക്കുന്നത് നോക്കൂ, ഓരോ ജോഡി ഇലക്ട്രോണുകളെ. 4 ക്ലോറിൻ ആറ്റവും ഓരോ ജോഡി ഇലക്ട്രോണുകളെയാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. നോക്കൂ, ഇപ്പോൾ കാർബൺ ആറ്റത്തിന് എത്ര ഇലക്ട്രോൺ ആയിട്ട് ടോട്ടൽ 4 ഇലക്ട്രോണേ ഉള്ളായിരുന്നു. ഈ 4 ക്ലോറിൻ ആറ്റത്തിൻ്റെ ഓരോ ഇലക്ട്രോണും കൂടെ ആകുമ്പോൾ ഇപ്പോഴവിടെ കാർബൺ ആറ്റത്തിന് 8 ഇലക്ട്രോൺ ആയില്ലേ. അപ്പോൾ കാർബൺ ആറ്റം സ്ഥിരത നേടിയല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് കാർബൺ ക്ലോറിൻ ആറ്റവുമായി ചേർന്ന് കാർബൺ ടെട്രാ ക്ലോറൈഡ് എന്നാണ് വായിക്കുന്നത്. 4 നമ്മൾ ടെട്ര എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. 4 ക്ലോറിൻ ആറ്റം എന്നുള്ളത് കൊണ്ടാണ് അവിടെ ടെട്ര, കാർബൺ ടെട്രാ ക്ലോറൈഡ് എന്നാണ് ഇത് വായിക്കുന്നത്. അപ്പോൾ അതുമായി ബേസ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മെനി പേഴ്സ് ഓഫ് ഇലക്ട്രോൺസ് ആർ ഷെയർഡ് ബൈ ദ കാർബൺ ആറ്റം വിത്ത് ഈച്ച് ക്ലോറിൻ. ഓരോ ക്ലോറിൻ ആറ്റവുമായി ഈ കാർബൺ ആറ്റം എത്ര ജോഡി ഇലക്ട്രോണുകളാണ് പങ്കുവയ്ക്കുന്നത്? ഇവിടെ ഒരു കാർബൺ ആറ്റേ ഉള്ളൂ, അത് സെൻറ്ററിൽ. അതിന് ചുറ്റാകെ 4 ക്ലോറിൻ ആറ്റം. അപ്പോൾ ഈ ഓരോ ക്ലോറിൻ ആറ്റവുമായി എത്ര ഇലക്ട്രോണുകളാണ് പങ്കുവയ്ക്കുന്നത്? ക്ലോറിൻ ആറ്റവുമായി ചെന്ന് ഓരോ ജോഡി ഇലക്ട്രോണുകളെയാണ് അത് പങ്കുവയ്ക്കുന്നത്. കണ്ടോ, 4 ക്ലോറിൻ ആറ്റവും അത് തമ്മിൽ ചേരുന്ന ഭാഗത്ത് കാണുന്ന ആ ഇലക്ട്രോണുകളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഓരോ ജോഡി ഇലക്ട്രോണുകളെയാണ് കാർബൺ ക്ലോറിൻ ആറ്റങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് ഷെയർഡ് ബൈ കാർബൺ ആറ്റം വിത്ത് ആൾ ദ ക്ലോറിൻ ആറ്റംസ്? അതായത് എത്ര ഇലക്ട്രോണുകൾ ഇവിടെ എത്ര പെയറുണ്ട്? 4 ജോഡിയുണ്ട്. 4 ജോഡി ഇലക്ട്രോണുകളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഇനി ഹൗ ക്യാൻ വി റെപ്രസെൻറ്റ് ദ മോളിക്യൂൾ യൂസിങ് സിംബൽസ്? നമ്മളെങ്ങനെ ഇത് സിംബൽസ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യും? സിംബൽസ് ഉപയോഗിച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം എങ്ങനെയെന്ന് വെച്ചാൽ, അതിൻ്റെ മധ്യഭാഗത്ത് സി എഴുതിയിട്ട് ഈ ഓരോ ക്ലോറിൻ ആറ്റത്തിൻ്റെ ഭാഗത്ത് സിയുടെ റൈറ്റ് സൈഡിൽ ഒരു വര, അതിന് ടോപ്പിൽ പിന്നെ ബോട്ടമിൽ ലെഫ്റ്റ് സൈഡിൽ, അതായത് സിക്ക് ചുറ്റാകെ 4 വര എഴുതുക. സി 4 വര എഴുതിയിട്ട് ആ 4 വരയുടെ വെളിയിൽ CCl 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 അങ്ങനെയാണ് അത് സിമ്പിൾ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പം ഫുള്ള് ആ ഒരു ജോഡി ഇലക്ട്രോണിന് പകരം ഒരു ചെറിയ വര കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ C സിംഗിൾ ബോണ്ട് Cl, C സിംഗിൾ ബോണ്ട് Cl, C സിംഗിൾ ബോണ്ട് Cl, C സിംഗിൾ ബോണ്ട് Cl എന്ന് എഴുതണം. C മധ്യഭാഗത്ത് എഴുതിയിട്ട് 4 ഭാഗത്ത് ഓരോ ചെറിയ ലൈൻ കൊടുത്ത് Cl എഴുതുക. അങ്ങനെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതെടുത്ത് ആയി വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ആ ടെസ്റ്റ് എടുത്ത് വെച്ച് ആ പേജ് എടുത്ത് വെച്ച് നോക്കി മനസ്സിലായി. നിങ്ങൾ തന്നെ വരച്ച് നോക്കണം. വരച്ച് നോക്കിയിട്ട് ഒക്കെയാലേ അത് മനസ്സിലാവുള്ളൂ. എന്നിട്ട് ആ ബോണ്ട് എഴുതുന്ന വിധം ഒന്നുകൂടി നോക്കി മനസ്സിലാക്കുക. ഇനി നോക്കൂ, എന്താണ് ഈ കോവാലൻ്റ് ബോണ്ടിൻ്റെ ഡെഫിനിഷൻ? കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ കോവാലൻ്റ് ഇങ്ങനെയുള്ള ഇത് ഇപ്പം നമ്മൾ പറഞ്ഞതെല്ലാം എന്തോന്നാണ്? കോവാലൻ്റ് കോമ്പൗണ്ടുകളാണ്. അതായത് സഹസംയോജക ബന്ധനത്തിലൂടെ ഉണ്ടാകുന്ന സംയുക്തങ്ങളാണ്. ഇവയെ സഹസംയോജക സംയുക്തങ്ങളെന്നാണ് പറയുന്നത്. സഹസംയോജക സംയുക്തങ്ങൾ. നമ്മൾ നേരത്തെ അയണിക് കോമ്പൗണ്ട് പറഞ്ഞല്ലോ. ദ അയണിക് കോമ്പൗണ്ട്സ് ആർ കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ ദ അയണിക് ബോണ്ടിങ്. അപ്പോൾ കോവാലൻ്റ് കോമ്പൗണ്ട്സിനെ എങ്ങനെ പറയും? കോവാലൻ്റ് കോമ്പൗണ്ട്സ് ആർ ദ കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ കോവാലൻ്റ് ബോണ്ടിങ്. അതായത് സഹസംയോജക ബന്ധനത്തിലൂടെ ഉണ്ടാകുന്ന സംയുക്തങ്ങളെ സഹസംയോജക സംയുക്തങ്ങളെന്ന് പറയാം. അപ്പോൾ സഹസംയോജക സംയുക്തങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഇപ്പം നമ്മൾ എത്ര എണ്ണം പഠിച്ചു? നേരത്തെ പറഞ്ഞു HCl, ഹൈഡ്രജൻ ക്ലോറൈഡ്. അപ്പോൾ ഷെയർ ചെയ്താണല്ലോ കോമ്പൗണ്ട് ഉണ്ടാകുന്നത്. ഇപ്പോൾ പറഞ്ഞ ഏതാണ്? കാർബൺ ടെട്രാ ക്ലോറൈഡ്. അതും സഹസംയോജക ബന്ധനത്തിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുക എന്താണ് കോവാലൻ്റ് കോമ്പൗണ്ട്, അവയ്ക്ക് എക്സാമ്പിൾ എഴുതുക.
The covalent compounds are the compound formed by covalent bonding. അതായത് സഹസംയോജക ബന്ധനത്തിൽ ഉണ്ടാകുന്ന സംയുക്തങ്ങളാണ് സഹസംയോജക ബന്ധനങ്ങൾ. സംയുക്തങ്ങൾ ഉദാഹരണം HCl, CCl4, etc. When non-metals combine together, usually covalent compounds are formed. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും രണ്ട് അലോഹങ്ങൾ തമ്മിൽ ചേരുമ്പോഴാണ് ഈ കോവാലന്റ് സഹസംയോജക ബന്ധനം ഉണ്ടാകുന്നത്. രണ്ട് അലോഹങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്ന മൂലകങ്ങൾ. ഒരു കെമിക്കൽ റിയാക്ഷൻ സമയത്ത് ഇലക്ട്രോണുകളെ റിസീവ് ചെയ്യുന്ന മൂലകങ്ങളെ എലമെൻസിനെയാണ് നോൺ മെറ്റൽസ് എന്ന് പറയുന്നത്. ഇലക്ട്രോണുകൾ ഡൊണേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കൊടുക്കുന്നവരെ മെറ്റൽസ് അല്ലെങ്കിൽ ലോഹങ്ങൾ എന്ന് പറയും. അപ്പോൾ ഇവിടെ സഹസംയോജക ബന്ധനമാണെങ്കിൽ രണ്ടും അലോഹങ്ങളായിരിക്കും. അതായത് കാർബൺ, ക്ലോറിൻ. കാർബൺ എന്ന് പറയുന്നത് 4 ഇലക്ട്രോണിന് അതിന് ആവശ്യമുണ്ട്. ക്ലോറിന് സ്റ്റെബിലിറ്റിക്ക് വേണ്ടി 1 ഇലക്ട്രോണിന് ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ അവയ്ക്കെല്ലാം ഇലക്ട്രോണുകൾ ഗെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവയെ നോൺ മെറ്റൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ 2 നോൺ മെറ്റൽസ് ചേർന്നാലാണ് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നത്, കോവാലന്റ് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ സംയോജക സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. അവിടെ അയണിക് കോമ്പൗണ്ട് ആണെങ്കിൽ അത് ഒന്ന് മെറ്റലും ഒന്ന് നോൺ മെറ്റലും, അതായത് ഒരു ലോഹവും ഒന്ന് അലോഹവുമായിരിക്കും. ഒരു എലമെൻറ്റിൽ മറ്റേ ആറ്റ ഇലക്ട്രോണുകളെ കൊടുക്കുകയാണെങ്കിൽ മറ്റേ ആറ്റ ഇലക്ട്രോണുകളെ സ്വീകരിക്കും. അതാണ് ഒന്ന് മെറ്റലും ഒന്ന് നോൺ മെറ്റലും. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ കോവാലന്റ് കോമ്പൗണ്ട്സിൽ രണ്ടും നോൺ മെറ്റൽസ് ആയിരിക്കും, രണ്ടും അലോഹങ്ങളായിരിക്കും. ഇനി കുറച്ച് കോവാലന്റ് കോമ്പൗണ്ട്സിന് എക്സാമ്പിൾസ് കൂടുതൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ. സം കോവാലന്റ് കോമ്പൗണ്ട്സ് ആർ ഗിവൺ ബിലോ. ദ കെമിക്കൽ ബോണ്ട് ഇൻ ദീസ് കോമ്പൗണ്ട്സ് യൂസിങ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം. നിങ്ങളുടെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഉപയോഗിച്ച് ഇതിനെ കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് CH4 മീഥെയിൻ. ഇതെങ്ങനെ വായിക്കും? CH4 എന്ന് പറയുന്ന മീഥെയിൻ. ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, അതായത് ഹൈഡ്രജനും ഫ്ലൂറിനും ചേർന്നുണ്ടാകുന്ന ഒരു കോമ്പൗണ്ട് ഹൈഡ്രജൻ ഫ്ലൂറൈഡ്. H2O വാട്ടർ. ഇവയെല്ലാം എന്തോന്നിന് എക്സാമ്പിളാണ്? കോവാലന്റ് കോമ്പൗണ്ട്സിന് എക്സാമ്പിളാണ്. അപ്പം കൂടുതൽ എക്സാമ്പിൾ ഇപ്പോൾ മനസ്സിലായല്ലോ. CH4, HF, H2O. CH4 വായിക്കുന്നത് മീഥെയിൻ എന്നാണ് വായിക്കുന്നത്, മീഥെയിൻ. ഹൈഡ്രജൻ HF വായിക്കുന്നത് ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, HF. H2O അറിയാം നമുക്ക്, വാട്ടറാണ്. അപ്പോൾ ഇതാണ് കോവാലന്റ് കോമ്പൗണ്ട്സിന് എക്സാമ്പിൾസ് ആയിട്ടുള്ള സംയുക്തങ്ങൾ. അപ്പോൾ ഇത്രയാണ് നമ്മൾ കെമിക്കൽ ബോണ്ടിങ്ങിലായിട്ട് പഠിക്കാനുള്ളത്.